ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ലച്ചു ജാനകിയോട് വന്ന് തൻ്റെ മനസ്സിലെ വിഷമങ്ങൾ പറയാം, അവരങ്ങനെയൊക്കെ പറഞ്ഞതിനെ പറ്റി. അപ്പം മോൾ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, ചീത്ത മനസ്സുള്ളവർ ആ രീതിയിലേ സംസാരിക്കത്തുള്ളൂ, അവർ ചെയ്യുന്ന പ്രവൃത്തിയാണ് മറ്റുള്ളവരും ചെയ്യുന്നതെന്നാണ് അവരുടെ വിചാരം, അതുകൊണ്ട് അവരങ്ങനെ പറയുന്നതെന്നൊക്കെ പറഞ്ഞു. പിന്നെ മോളെ ഇവിടെ നിന്ന് പുറത്താക്കാൻ ഏതെല്ലാം വഴി ഉപയോഗിക്കാവോ അതെല്ലാം അപർണ ഉപയോഗിക്കുമെന്ന് മോൾക്ക് അറിയില്ലേ എന്നൊക്കെ ചോദിച്ച് ജാനകി ഇങ്ങനെ ലച്ചുവിനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്ത് കാര്യം തീരുമാനിക്കാനും അഭിയേട്ടൻ തിരിച്ചു വരട്ടെ എന്ന് പറഞ്ഞു. ലച്ചു അവിടുന്ന് പോകുവാണെന്ന് പറഞ്ഞപ്പോൾ ചിലപ്പോഴേ നമുക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടതായിട്ട് തന്നെ വരുമെന്നും അതുകൊണ്ട് എൻ്റെ മോള് ഇപ്പോൾ ഇവിടെ നിൽക്കാൻ പറഞ്ഞു, ഇവിടെ ചിലരൊക്കെ കാത്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണെന്ന് അറിയില്ലേ നിനക്കെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അങ്ങനെ അതെല്ലാം പറഞ്ഞ് നമ്മുടെ ജാനകി സംസാരിച്ച് കൊച്ചിനൊരു സമാധാനമൊക്കെ കൊടുത്ത് അവിടെ നിന്ന് പറഞ്ഞു വിടുക. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അപർണയാണ് കാണിക്കുന്നത്. അപർണ അവിടെ നിന്ന് വാതിൽ പൂട്ടിലായിരിക്കും എന്നാണ് വിചാരിച്ചത് എന്ന് മുത്തശ്ശിയോട് നിന്നിങ്ങനെ പറയുക. അതെന്തായാലും നീ ചെയ്യാതിരുന്നത് നന്നായി മോളെ, അത് ഗുണത്തേക്കാൾ ഏറെ ദോഷമേ ചെയ്യുകയുണ്ടായിരുന്നുള്ളൂ എന്ന കാര്യം ഇങ്ങനെ മുത്തശ്ശി പറയാം. ചോദിക്കാനേ വരുന്നുണ്ട് എന്നും പറഞ്ഞു ജാനകിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അപർണ പറയാം, അവിടെ വരട്ടെ വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അവിടെ നിൽക്കുക കേട്ടോ. സമയം ജാനകി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. എന്ത് തെറ്റ് ചെയ്തിട്ടാ മുത്തശ്ശി ലച്ചുവിനെ തള്ളിയതെന്ന് ചോദിച്ചു. എനിക്കത് അറിയണമെന്ന് പറഞ്ഞു. അപ്പോൾ പെണ്ണിന് വളം വെച്ച് കൊടുത്തിട്ട് നീ എന്നെ ചോദ്യം ചെയ്യാൻ വന്നിരിക്കുകയാണോടി എന്ന് ജാനകിയോട്. നിന്റെ ഒത്താശയില്ലാതെ അപർണയില്ലാത്ത നേരം നോക്കി അവൾ അമലിൻ്റെ റൂമിൽ പോകുമോടി എന്ന് മുത്തശ്ശി ചോദിക്കുക. ഇത് കേട്ടപ്പോൾ ഇതിനെ കാട്ടിക്കാൻ ജാനകിക്ക് തോന്നിയത്. ലച്ചുവിനെ കൊണ്ടുവന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. ഇവിടെ എന്നെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ജാനകി ആ പെണ്ണിനെ കൊണ്ടുവന്നതെന്ന് ഞാൻ കരുതിയില്ല എന്ന് അപർണ ഇങ്ങനെ പറയുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അനാവശ്യം പറയുന്നത് സ്വന്തം ഭർത്താവിനെ ചേർത്തിട്ടാണെന്നുള്ള ബോധമില്ലാത്തവരോട് എന്തു മറുപടി പറയാനാണ് ണെന്ന് ജാനകി അന്നേരം ചോദിച്ചു കേട്ടോ. അമലിന് ഒരു കപ്പ് ചായ കൊണ്ടുപോയി കൊടുത്തു എന്നുള്ളൊരു പാതകം മാത്രമേ അവൾ ചെയ്തിട്ടുള്ളൂ. അവന് ചായ കൊണ്ടു കൊടുക്കാൻ അവൾ ആരാടി എന്ന് മുത്തശ്ശി. നിനക്ക് മാത്രമേ അവൾ സ്വന്തക്കാരിയായിട്ടുള്ളൂ. ഇവിടെ നീ ആ പെണ്ണിനെ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ തന്നെ ഇങ്ങനെ ചിലത് ഞാൻ മനസ്സിൽ കരുതിയതാണെന്ന് മുത്തശ്ശി പറഞ്ഞു. അമൽ അവളെ ഒരു പെങ്ങളുടെ സ്ഥാനത്താണ് കാണുന്നതെന്ന് പറഞ്ഞു ജാനകി. നല്ല പെങ്ങളൂട്ടി തന്നെയാണെന്ന് അപർണ. അവൾ അവൻ്റെ പെങ്ങളാകുന്നത് എങ്ങനെയാടി? നീ തന്നെ ഒന്ന് പറഞ്ഞേ. ഏതായാലും നീ തന്നെ പറഞ്ഞു കൊടുത്തു കാണുമല്ലോ അവളുടെ മുറച്ചെറുക്കന അവനെന്ന്. പെണ്ണിനെന്നത് കേട്ടപ്പോൾ അങ്ങ് ഇളകി എന്ന് പറഞ്ഞ് മുത്തശ്ശി പറയുവാണ്. അവൻ്റെ മുറിയിൽ നിന്ന് അവൾ ഇറങ്ങി വരുന്നതൊന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. എൻ്റെ പെരുവിരൽ മുതൽ അങ്ങ് വിറച്ച് കയറിയതാണെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി തള്ളി വിടുമ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് മുത്തശ്ശി ഉള്ളത്? ഇവിടെ വെച്ചല്ലെങ്കിൽ പുറത്ത് വെച്ചാണെങ്കിലും ആയിക്കൂടെ? അമലല്ലേ കാറിൽ കൊണ്ട് നടക്കുന്നതെന്ന് പറയുമ്പോൾ ലച്ചു അങ്ങനെ ഒരു പെൺകുട്ടിയല്ല, അവൾക്ക് ആരെയും അങ്ങനെ വല വീശി പിടിക്കേണ്ട കാര്യവും ഇല്ല എന്ന് നമ്മുടെ ജാനകി പറഞ്ഞപ്പോൾ നീ കൂടുതലൊന്നും പറയണ്ടടി. വല വീശിയല്ലാതെ പിന്നെ നീ എങ്ങനെയാണ് ഈ വീട്ടിലേക്ക് വന്ന് കയറിയതെന്ന് ജാനകിയോട് ചോദിക്കുക. നിന്റെ ഭർത്താവിന് ഈ കുടുംബമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതിൽ ഇടപെടാൻ പോയില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല, ചേരുമ്പടിയല്ലേ ചേരുവുള്ളെന്ന് കരുതിയെന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞു. ജാനകിയുടെ വായടപ്പിക്കാവെന്ന് കരുതി. അപർണയ്ക്ക് അതങ്ങ് സുഖിച്ചു കേട്ടോ. പക്ഷേ അമലിനെ ഒരുത്തി സ്വപ്നം കാണണ്ട, കണ്ണും കാതും തുറന്ന് ഞാൻ കാവലുണ്ടാകൂടി. അപ്പോൾ നിങ്ങൾക്ക് പക തീർക്കാനല്ല ഞാൻ അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നതെന്ന് ജാനകി പറഞ്ഞപ്പോൾ നീ ആരോടാടി സംസാരിക്കുന്നത് നിനക്ക് അറിയാമെന്ന് ചോദിച്ചപ്പോൾ ആരാണെങ്കിൽ എനിക്ക് എന്താണെന്ന് ചോദിച്ചു ജാനകി. ഇനി എൻ്റെ അനിയത്തിയുടെ നേരെ ആരെങ്കിലും കയർത്താം, പ്രായവും സ്ഥാനവും ഒന്നും ഞാൻ നോക്കില്ല, അതിൻ്റെ നാണക്കേട് എനിക്കല്ല, ഓർമ്മ വെച്ചോളം പറഞ്ഞു. കടിച്ചു തൂങ്ങിക്കിടക്ക് ഇറങ്ങി പോകാൻ പറഞ്ഞപ്പോൾ ഓരോരുത്തും പോകേണ്ട കാര്യം എനിക്കില്ല, ഇതെൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ്റെ വീടാ, നിങ്ങൾക്കുള്ള സ്ഥാനം എനിക്കും ഉണ്ടെന്നും പറഞ്ഞ് ജാനകി അവിടെ നിന്ന് കയറിപ്പോയപ്പോൾ അയ്യോ ഭർത്താവിന് തന്നെ ഇവിടെ സ്ഥാനമില്ല, പിന്നെ ഇവൾക്കെന്ന് പറഞ്ഞ് ഒരു തുപ്പും തുപ്പി ചേച്ചി അവിടെ അങ്ങനെ നിൽക്കുക. അതായത് നമ്മുടെ മുത്തശ്ശി. ഈ സമയത്ത് ജാനകി ഞങ്ങൾ ഇവിടുന്ന് ഉടനെ പുറപ്പെടുമെന്നും നീ ഇപ്പം ഇതാരോടും പറയാനൊന്നും നിൽക്കേണ്ടെന്നും പറഞ്ഞുകൊണ്ട് അഭി ഇങ്ങനെ ഫോണിൽ ജാനകിയോട് പറയാം. അറിയേണ്ടവർ ഇതെല്ലാം അറിഞ്ഞിട്ടുണ്ടാകും, ശരി ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പോൾ ജാനകിയാണല്ലേ വിളിച്ചതെന്ന് വക്കീൽ വന്ന് ചോദിച്ചു കേട്ടോ. അതേന്ന് പറഞ്ഞു. അഭി എന്തായാലും ഒരു ഭാരം ഇറക്കി വെച്ചല്ലേ? ഇറക്കി വെച്ചത് ഭാരമല്ലെന്ന് പിന്നീട് അറിഞ്ഞോളൂ എന്ന് നമ്മുടെ വക്കീൽ ഇങ്ങനെ പറയാം. ഇനി എന്തിനാ സക്കീർ ഭായി അതിനെപ്പറ്റി പറയുന്നതെന്ന് അഭി ചോദിക്കും കേട്ടോ. ഞാൻ അനുഭവിച്ച വീർപ്പുമുട്ടൽ പറഞ്ഞാലേ അത് ആർക്കും മനസ്സിലാവില്ല എന്ന് അഭി പറയാം. ഒന്ന് ഉറങ്ങിയിട്ടേ ദിവസങ്ങളായെന്ന് പറഞ്ഞപ്പം അഭിമാൻ സ്വന്തം ഭാഗം ക്ലിയർ ചെയ്യാൻ, പക്ഷെ ജാനകിക്ക് ഇതിൽ താല്പര്യമില്ല എന്നുള്ളത് 100% എനിക്ക് അറിയാമെന്ന് വക്കീൽ അഭിയോട് പറയുവാണേ. ഒരു പെൺകുഞ്ഞിൻ്റെ ഭാവിയെ പറ്റിയുള്ള ഒരു ഉത്കണ്ഠ നന്നായിട്ട് ജാനകിക്കുണ്ട് എന്ന കാര്യവും പറഞ്ഞു. പിന്നെ അച്ഛനതില്ലെങ്കിലും അമ്മയ്ക്ക് ഉത്കണ്ഠ കാണാതിരിക്കുമോ അഭിമോനെ എന്നിങ്ങനെ ചോദിച്ചു. എന്തായാലും സ്വത്തുക്കളൊന്നും കൈവിട്ടു പോകുന്നതിൻ്റെ നിരാശയല്ല ജാനകി കുഞ്ഞിനുള്ളത്, നാളെ എന്ത് എന്നതിൻ്റെ ഒരു ആധിയാണ്.
അതുമാത്രമാണ് അവൾക്കുള്ളത് എന്നൊക്കെ പറയുമ്പോൾ അത് അർഹതയില്ലാത്ത മുതലാണെന്നും അച്ഛൻ തന്നതാണെങ്കിൽ പോലും അതിനൊരു നേരും നെറിയും ഇല്ല എന്ന് അഭി ഇങ്ങനെ പറയുക. അത് പിന്നെ എങ്ങനെയാണ് എനിക്കത് അംഗീകരിക്കാൻ പറ്റുന്നത്? സക്കീർ ഭായ് തന്നെ ഒന്ന് പറയാൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഇപ്പോൾ എസ്റ്റേറ്റും റിസോർട്ടും സൂര്യസാറിൻ്റെ പേരിൽ തന്നെയാണ്. അഭി നോക്കിക്കോ, ഇനി ഈ പ്രോപ്പർട്ടി വിൽക്കാനുള്ള ശ്രമമാണ് നടക്കാൻ പോകുന്നത്. എങ്കിലും സൂര്യസാറിൻ്റെ പേരിൽ മാത്രമായതുകൊണ്ട് അഭിമോന് ഒരു ഷെയർ എന്തായാലും അതിലുണ്ടാകുമെന്ന് പറഞ്ഞു. കുടുംബസ്വത്ത് ഭാഗം വയ്ക്കുമ്പോൾ അഭിയുടെ കാര്യം എന്താകുമെന്ന് എനിക്കറിയില്ല എന്നുള്ള കാര്യം വക്കീൽ പറയുക. അത് സൂര്യ സാറിൻ്റെയും ഭാര്യയുടെയും പേരിലല്ലേ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിഹിതം വാങ്ങാനെങ്കിലും അഭി തയ്യാറാകണം എന്നാണ് എനിക്ക് അഭിമോനോട് പറയാനുള്ളത് എന്ന് വക്കീൽ പറയുമ്പോൾ ഞാനിപ്പോൾ അതിനെപ്പറ്റിയൊന്നും ചിന്തിക്കുന്നില്ല സർ. അച്ഛൻ ഇറങ്ങാറായില്ലേന്ന് ചോദിച്ചു. സക്കീർ ഭായി ഒന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ സക്കീർ ഭായി പറഞ്ഞിട്ട് അഭി ഇങ്ങനെ അവിടെ നിൽക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന നിരഞ്ജൻ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ അപർണ അവിടെ ഇരുന്ന് എന്തോ പണിയില്ല. അപ്പോൾ അപർണ എന്തോ തിരക്കിട്ട പണിയാണെന്ന് തോന്നുന്നല്ലോ എന്ന് നിരഞ്ജന. കഴിഞ്ഞു, അച്ഛനെ ഒന്ന് ഹെൽപ്പ് ചെയ്തതാണെന്ന് മോള് ഒരു മെയിൽ തയ്യാറാക്കുമായിരുന്നു എന്നൊക്കെ മോള് പറയുക കേട്ടോ. ഓഫീസിൽ എത്ര പേരുണ്ടെങ്കിലും അച്ഛൻ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കും. അവിടെ എന്തൊക്കെ നടന്നാലും ഞാൻ അറിയണമെന്ന് അച്ഛന് നിർബന്ധമുണ്ടെന്ന് അപർണ പറഞ്ഞപ്പോൾ അപർണ ബിസിനസ്സൊക്കെ പഠിച്ചതല്ലേ, ഓഫീസിൽ പോയി അച്ഛനെ ഹെൽപ്പ് ചെയ്യാവുന്നതല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു നിരഞ്ജന. നേരം എന്നായാലും ബിസിനസ് നോക്കേണ്ടത് അപർണ തന്നെയല്ലേ എന്ന് ചോദിച്ചു. ഭർത്താവ് മറ്റൊരു കമ്പനിയുടെ CEO ആയിട്ട് ഇരിക്കുമ്പോൾ ഞാൻ അച്ഛനെ സഹായിക്കാൻ പോകുന്നതേ സംസാര വിഷയം ആകണ്ട എന്ന് കരുതിയിട്ടാണെന്ന് അപർണ നേരം നിരഞ്ജനയോട് പറയുക കേട്ടോ. ആൾക്കാർ പറയും മുൻപേ ആദ്യം അത് പറയുന്നത് അമൽ തന്നെ ആയിരിക്കുമെന്നും പറഞ്ഞു. നിരഞ്ജന ഇതൊക്കെ കേട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. സത്യം പറയാലോ നിരഞ്ജനെ, വിവാഹം എന്നുള്ളൊരു ചിന്ത പോലും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. ഞാൻ തന്നെ വിവാഹത്തിൽ വന്ന് പെട്ടുപോയില്ലേ എന്ന് അപർണ ചോദിച്ചു. അതുകൊണ്ട് എല്ലാം അങ്ങനെയൊക്കെ തന്നെയാണ്. അതിന് കാരണക്കാരൻ നിരഞ്ജനയുടെ ഭർത്താവാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഓരോന്നും പറഞ്ഞ് നിരഞ്ജനയെ എരിവ് കയറ്റുക. നിരഞ്ജനയ്ക്ക് ഇതൊക്കെ പുല്ല് എന്നുള്ള രീതിയിൽ കേട്ട് തല ചകിടിച്ചോ എന്നുള്ള രീതിയിൽ. പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ല ഒരു നിമിത്തമാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു എന്ന് അപർണ ഇങ്ങനെ പറയാം. വിവാഹം ഉറപ്പിച്ചിട്ട് പലപ്പോഴും ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ട്. അജയ്ക്ക് ഒരു കാമുകിയുണ്ട് എന്നുള്ള കാര്യം ഒരിക്കൽ പോലും അജയ് എന്നോട് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി എന്ന് പറയുമ്പോൾ നിരഞ്ജൻ ഇതൊക്കെ ഒരു ഇതായിട്ട് ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കുക കേട്ടോ. എങ്കിലും ഞാൻ ചോദിച്ചു മുൻപ് ആരെങ്കിലും ഒക്കെ ആയിട്ട് അടുപ്പമുണ്ടായിരുന്നോ എന്ന്. അപ്പോൾ അത് ബ്രേക്കപ്പ് ആയിരുന്നു എന്നാണ് എന്നോടുള്ള മറുപടി എന്ന് പറഞ്ഞപ്പോഴും നിരഞ്ജൻ അതൊക്കെ കേട്ട ഒരു ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക. ബ്രേക്കപ്പായ ഒരാളോട് ചിക്കഞ്ഞ് ചോദിക്കുന്നത് ശരിയല്ല എന്ന് കരുതി ഞാനൊന്നും ചോദിച്ചില്ല എന്നും പറഞ്ഞു. അപ്പോൾ അച്ഛനെ US അയക്കാൻ ഒരു താല്പര്യമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ ഒരു ഇത് ഇവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക. അപ്പോൾ തനിക്ക് അമലിനെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ എനിക്ക് മാനസികമായിട്ട് മറ്റൊരാളുടെ അരികിലേക്ക് പോകാൻ പറ്റില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നിരഞ്ജനയും പറയുന്നു. അപ്പോൾ ഒരു താലി അമലിൻ്റെ കഴുത്തിൽ കെട്ടിയതും ഒരു റൂമിൽ ഉറങ്ങുന്നതും ഒഴിച്ചാൽ ഞങ്ങൾ ഇപ്പോഴും രണ്ട് അന്യ വ്യക്തികളായിട്ട് തന്നെയാണ് കഴിയുന്നത് എന്ന് നിരഞ്ജനയോട് അപർണ തുറന്ന് സംസാരിക്കുന്നു. ഇതൊക്കെ കേട്ട് നിരഞ്ജനയ്ക്ക് അത് ഇതില്ല കേട്ടോ. പകരക്കാരനായി വന്ന ആർക്കെങ്കിലും അവർക്ക് കിട്ടിയ റോള് ഭംഗിയുള്ളതാക്കാൻ പറ്റുമോ എന്നിങ്ങനെ അപർണ ചോദിക്കുക നിരഞ്ജനയോട്. എവിടെയെങ്കിലും അതിനൊരു പാളിച്ച് ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ അതെന്താ അങ്ങനെ എന്നിങ്ങനെ ചോദിച്ചു നിരഞ്ജന. എല്ലാം മറക്കണമെന്ന് പറയുമ്പം എന്നിട്ട് ഞാൻ അയാൾക്കൊപ്പം ജീവിതകാലം മുഴുവൻ ജീവിച്ചു തീർക്കണമെന്നാണോ? എൻ്റെ കൺസെപ്റ്റിലുള്ള ഒരാളെ കണ്ടെത്താനായില്ലെങ്കിൽ വിവാഹമേ വേണ്ട എന്ന് തീരുമാനം എടുത്തവളാണ് ഞാനെന്നും എന്നെ ഇതൊന്നും ബാധിക്കുന്ന വിഷയങ്ങളെ അല്ല എന്നും അപർണ പറയാം. അപ്പോഴും നിരഞ്ജനം ആ ഒരു ഇതിൽ നിൽക്കുക. അപ്പോൾ അമൽ എൻ്റെ വഴിക്ക് വരുമെന്ന് നോക്കാം, അതിനുള്ള സമയം കഴിഞ്ഞാൽ എന്ത് വേണമെന്നും എനിക്കറിയാമെന്നും അപർണ പറയണം. ഡിവോഴ്സ് ആയിരിക്കും ചേച്ചി ഉദ്ദേശിച്ചത്. അങ്ങനെ പറഞ്ഞിട്ട് അപർണ അങ്ങ് പോയി. ഈ സമയത്ത് പുറത്തിറങ്ങി നിന്ന് നമ്മുടെ അജയ് ഫോൺ വിളിക്കുക. അപ്പോഴേക്കും മുത്തശ്ശി ചെന്നു. എടാ മോനെ, രാവിലെ അഭിയും സൂര്യയും പോയതല്ലേ, ആധാരം റദ്ദ് ചെയ്തോ എന്ന് പോലും വിവരം കിട്ടിയോ എന്ന് ചോദിച്ചപ്പം അത് ഞാൻ എങ്ങനെ അറിയാനാണെന്ന് ചോദിച്ചു അജയ്. ഇവിടെയുള്ള രജിസ്ട്രേഷൻ ഓഫീസർ വല്ല ആയിരുന്നെങ്കിൽ വിവരങ്ങൾ അറിയാനുള്ള എല്ലാം തയ്യാറാക്കാമായിരുന്നു, പക്ഷെ ഒന്നും നടക്കില്ല. എനിക്കറിയാവുന്ന ആരും അവിടെയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. എൻ്റെ പൊന്നെ, ഒന്നും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല മോനെ, ഒരുത്തരെയും വിശ്വസിക്കാൻ കൊള്ളില്ല. സൂര്യയുടെ മനസ്സെങ്ങാനും മാറിയപ്പോൾ ഇതുപോലെ തിരിച്ചു വന്നെന്നും ഇരിക്കും, അതാ പ്രശ്നം. ഞാൻ ആലോചിക്കുന്നത് അതൊന്നുമല്ല മുത്തശ്ശി, ധനനിശ്ചയ ആധാരം റദ്ദ് ചെയ്ത് അഭിക്കും ജാനകിക്കും ഇഷ്ടദാനമായും എഴുതുമെന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്നുള്ള കാര്യം പറയണം. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പം അത് ശരിയെന്ന് മുത്തശ്ശിയും പറയുവാണേ. അച്ഛൻ അതിൽ നിന്നങ്ങ് ഒഴിയാവല്ലോ, അതായിരിക്കും മിക്കവാറും സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് അപർണ ആധാരം റദ്ദ് ചെയ്തു എന്നുള്ള കാര്യവും പറഞ്ഞിങ്ങ് വരുക. ആണോ എന്ന് ചോദിച്ചു മുത്തശ്ശി ഭയങ്കര സന്തോഷം.
അപ്പോൾ അവരിപ്പോൾ തന്നെ ഇങ്ങ് എത്തും, കുറച്ച് ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ തീർക്കാനുണ്ടെന്ന് പറഞ്ഞ കാര്യം ഉറപ്പല്ലേ എന്ന് ചോദിച്ചു അജയ്. അപ്പോൾ 100% സത്യമായിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞു. അച്ഛനും മോനുമേ അവിടുന്ന് യാത്ര തിരിച്ചിട്ടുണ്ടെന്നും അപർണ പറയും. ഇത് കേട്ടപ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷം. അജയുടെ സന്തോഷം കണ്ടപ്പോൾ അപർണയ്ക്ക് കാര്യം മനസ്സിലായി. അപർണയ്ക്ക് ഇവനിത് മുത്തത്തോടെ വിഴുങ്ങാൻ കൊടുക്കില്ലെന്നുള്ളൊരിതിൽ ഇങ്ങനെ നിൽക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ലച്ചു ആട്ടോ. അപ്പം ലച്ചു ഇങ്ങനെ അവിടെ നിന്ന് ചെടി നനച്ചുകൊണ്ടിരിക്കുക. ദേ ഇപ്പം നമുക്കുണ്ടായ ആവേശം അത് അണഞ്ഞു പോകരുത്, അവരെ ഇവിടുന്ന് പുറത്താക്കുന്നത് വരെ നമ്മൾ ആ ഒരു ഇതിൽ തന്നെ ഇങ്ങനെ നിൽക്കണമെന്ന് പറയാം മുത്തശ്ശി അജയ്യോട്. മുത്തശ്ശിക്ക് ഇനി സന്തോഷത്തിൻ്റെ പേരിൽ അല്പം മധുരം കൂടി കഴിക്കാം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നമ്മുടെ അപർണ പറയാം. അപ്പോഴേക്കും ലച്ചു അവിടെ നിന്ന് ചെടി നനയ്ക്കുന്നത് കണ്ടു. പെട്ടെന്ന് എടീ എന്നും പറഞ്ഞൊരു വിളി മുത്തശ്ശി. ആ കൊച്ചുദിനങ്ങളെ പേടിച്ചു. എന്താടി നീ ഞങ്ങൾ പറയുന്നത് കാത് കുറിപ്പിച്ച് കേട്ട് നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചെടി നനയ്ക്കാമെന്ന് പറഞ്ഞു. എൻ്റെ മുഖത്ത് നോക്കി നീ കള്ളം പറയുന്നോടി, ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ ജാനകി നീ ഇങ്ങോട്ടേക്ക് അയച്ചതാണെന്ന് ഞങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയൊന്നും അല്ല മുത്തശ്ശി എന്ന് പറഞ്ഞു. ഇനി ആരെങ്കിലും സംസാരിക്കുന്നിടത്ത് നിന്നെ കണ്ടാൽ തിളപ്പിച്ച് എണ്ണയിൽ കൈപിടിച്ച് മുക്കും ഞാനെന്ന് പറഞ്ഞു മുത്തശ്ശിയെ. പൊടി മുന്നീന്ന പൊടി, നിന്റെ സ്ഥാനം കിച്ചണിലാണെന്നും പോകാനാ പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് അപർണ എന്നിട്ട് അതിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുക. ഈ സമയം എല്ലാ ബാധകളെയും ഒഴിപ്പിച്ച് വിടണമെന്ന് പറഞ്ഞു മുത്തശ്ശി. അതിനുവേണ്ടി തന്നെ ഞാൻ കാത്തിരുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മുത്തശ്ശി അവിടെ നിന്ന് പോകുമ്പോൾ അപർണ മോൾ ഇങ്ങനെ അവിടെ നിന്ന് പ്ലാൻ ചെയ്ത് സന്തോഷമായിട്ട് നിൽക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ലച്ചു അടുക്കളയിൽ വിഷമിച്ച് നിൽക്കുന്നു. ആ സമയം മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നു. ഞാനിവിടെ വെച്ചിരുന്ന ലഡുപാത്രം എന്ത് ചെയ്യടിയെന്നും ചോദിച്ചു, ഒരു തപ്പും തപ്പി വെച്ചിട്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ലച്ചു അവിടെയൊക്കെ നോക്കുക. അതാ അവിടെ ഇരിപ്പുണ്ട് മുത്തശ്ശി എന്നും പറഞ്ഞുകൊണ്ട് ലച്ചു കാണിച്ചു കൊടുത്തു. ഓ അപ്പോൾ നിന്നെ ഞാൻ വെച്ചേക്കല്ലടി, ഓർത്തോളാൻ പറഞ്ഞു. ഈ പാത്രത്തിൽ കൊണ്ട് കൈ മുക്കിയപ്പോഴത്തേക്കും തിളച്ച എണ്ണയായിരുന്നു. തള്ളയുടെ കൈ ഫുള്ള് പൊള്ളി വെന്തു പോയ. അപ്പോഴേക്കും എണ്ണ നിലത്തേക്ക് വീണു. ഈ സമയത്ത് അയ്യോ എൻ്റെ കൈ പൊള്ളി വെന്തേ, അയ്യോ അയ്യോ എൻ്റെ കൈ പൊള്ളിയേ, നീ എണ്ണയെന്ന് ഞാൻ തീർക്കൊടിയെന്നും പറഞ്ഞിട്ട് ലച്ചുവിൻ്റെ കഴുത്തിന് പിടിക്കാൻ ചെന്നതാണ്. ആ എണ്ണയെ തന്നെ ചവിട്ടി ദേ കിടക്കുന്നു, നടുവും തലയും ഇടിച്ച് തള്ള അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തള്ള ഇങ്ങനെ കിടന്ന് കരയും. അപ്പോഴത്തേക്ക് ലച്ചു പിടിക്കാൻ ചെന്നു. തൊട്ടു പോകരുത് തന്നെ, എന്നെ വീഴ്ത്തിയിട്ട് നീ എന്നെ പിടിക്കാൻ വരുന്നോടിയെന്നും ചോദിച്ചുകൊണ്ടായി പിന്നെ അടുത്തത്. ലച്ചു ആണെങ്കിൽ അവിടെ കിടന്ന് ഇങ്ങനെ വല്ലാണ്ട് വെപ്രാളപ്പെടും. അപ്പോഴത്തേക്കും ജാനകി ഓടി വന്നു. അപ്പോൾ എന്താ ലച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും മുത്തശ്ശി എന്ന് പറഞ്ഞുകൊണ്ട് ജാനകി പിടിച്ചാൽ വല്ലതും അനങ്ങും, അപ്പോൾ മുഴുവൻ എണ്ണയാണല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് എഴുന്നേക്കെന്ന് പറഞ്ഞുകൊണ്ട് ജാനകി പിടിച്ച് എഴുന്നേൽപ്പിക്കുക. അപ്പോഴത്തേക്കും അപർണ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ എന്നെ കൊല്ലിക്കാനാണോടി നീ വിഷജന്തുവിനെ നീ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയത് എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നേരത്തേക്കും ചോദിക്കുക കേട്ടോ നമ്മുടെ തള്ള. അപ്പോഴേക്കും അയ്യോ മുത്തശ്ശിക്ക് എന്താ പറ്റിയതെന്ന് ചോദിച്ചുകൊണ്ട് അപർണ മോള് വന്നു. ഇനി എന്ത് പറ്റാനിരിക്കുന്നു, എല്ലാം പറ്റി. ഈ രാക്ഷസി ഉണ്ടല്ലോ, ഇവളുണ്ടല്ലോ, എൻ്റെ ലഡുപാത്രത്തിൽ ഈ തിളച്ച എണ്ണ ഒഴിച്ചു വെച്ചു, ഞാൻ അറിയാതെ കൈയിട്ടു, എൻ്റെ കൈ പൊള്ളി എന്ന് പറഞ്ഞിട്ട് തള്ള ഇങ്ങനെ ഭയങ്കര കരച്ചില്ല. അപ്പോഴേക്കും ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല അന്ന് ലച്ചു പറയുന്നുണ്ട്. അപ്പം മുത്തശ്ശി എണ്ണ ചവിട്ടി വീണതാണെന്ന് പറഞ്ഞപ്പം ഇതൊക്കെ പോരാഞ്ഞ് നീ നിലത്തും എണ്ണ ഒഴിച്ചോ എന്ന് ചോദിച്ചു അപർണ ചോദിച്ചു. അപ്പോൾ എന്താ ലച്ചു സംഭവിച്ചതെന്ന് ജാനകി ചോദിച്ചു. അപ്പോൾ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് ജാനകിയോട് ലച്ചു പറഞ്ഞപ്പോൾ വെട്ടി തിളപ്പിച്ച എണ്ണ അവൾ കുപ്പിയിൽ എൻ്റെ ലഡുപാത്രത്തിൽ ഒഴിച്ചു വെച്ചെന്നും എന്നിട്ട് എന്നെ കൊണ്ട് അത് കൈ മുക്കിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തള്ള ഇങ്ങനെ പറയാം, എൻ്റെ നടു ഒടിഞ്ഞേന്ന് പറഞ്ഞു. അപ്പോഴേക്കും കൊച്ചു പറഞ്ഞു ഞാനിതൊന്നും ചെയ്തിട്ടില്ലെന്ന്. പിന്നെ ഓരോ ഒടി ചെയ്തതെന്ന് ചോദിച്ചുകൊണ്ടായി തള്ള അടുത്തത്. അപർണ ഇതൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തിട്ട് ഇതെല്ലാം ഇങ്ങനെ നോക്കുക. അതെ ഇതിലാണ് എണ്ണ തിളപ്പിച്ചത്, ഇതാരാ ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ ലച്ചു ഇങ്ങനെ പേടിച്ച് നിൽക്കുക. ഇവിടെ എണ്ണ തിളപ്പിക്കേണ്ട എന്താവശ്യമുള്ളതെന്ന് ചോദിച്ചു. അപ്പോഴേക്കും അത് ഞാൻ എൻ്റെ മുടിയിൽ തേക്കാൻ വേണ്ടി എണ്ണ കാച്ചി വെച്ചതാണെന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെ ലഡുപാത്രത്തിൽ എണ്ണ വന്നു, എണ്ണ എന്താടി ഓടിക്കയറിയെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് അറിയില്ല അപർണയിടത്തി എന്ന് കൊച്ചു പറയുന്നുണ്ട്. എന്നെ തണുക്കാൻ വെച്ചിട്ട് ഞാൻ പുറത്തു പോയതാണെന്ന് പറയുമ്പോൾ ഇവളെ ഒരു നിമിഷം പോലും ഇവിടെ നിർത്താൻ പാടില്ല, ഇപ്പോൾ തന്നെ ഇവളെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കാൻ പറഞ്ഞു. എന്താടി നിനക്കൊന്നും പറയാനില്ല എന്ന് ജാനകിയോട് ചോദിക്കുക. ജാനകി ഇങ്ങനെ ആകെ നിസ്സഹായമായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇന്ന് കരയും. ഇവളെ ഞാൻ തല്ലി ഇറക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഈ മുത്തശ്ശി ജാനകി ആകെ ഇതായിട്ട് നിൽക്കും. ഇനി നോക്കാനൊന്നുമില്ല, ഇവളെ തല്ലി ഇറക്കാൻ പോവാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ തള്ളി ഒരു താരത്തിൽ പിടിച്ച് വലിച്ച് പൊക്കി എഴുന്നേൽപ്പിച്ചു നമ്മുടെ ജാനകി. അപ്പോഴേക്കും ലച്ചു ഇങ്ങനെ പുറത്ത് പോയിരുന്ന് കരയും. അപ്പോഴത്തേക്കും ജാനകി അങ്ങോട്ടേക്ക് വന്നു കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് ജാനടുത്ത് കരുതുന്നുണ്ടോ എന്നൊക്കെ ലച്ചു ഇങ്ങനെ ചോദിക്കുന്നുണ്ടേ. മുത്തശ്ശിയുടെ ലഡുപാത്രത്തിൽ എണ്ണ ഒഴിച്ച് വെക്കാനും മാത്രം ദുഷ്ടയാണോ ഏട്ടത്തി ഞാനെന്നൊക്കെ ഇങ്ങനെ ലച്ചു ചോദിക്കുന്നുണ്ട്. ജാനകി ആകെ ഇതായിട്ട് നിൽക്കുക. കൊച്ചുള്ള കാര്യം പറയുന്നുണ്ട്. പക്ഷേ ജാനകിയും ആകെ ധർമ്മസങ്കടത്തിലാണ്, കാരണം തെളിവൊന്നുമില്ലല്ലോ. അപ്പോൾ എനിക്കൊന്നും അറിയില്ലെന്നും പറഞ്ഞുകൊണ്ട് ലച്ചു പറയുന്നുണ്ട്. ഞാൻ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോയേക്കാം, ജാനടുത്ത് അഭിയേട്ടനോട് പറഞ്ഞ് എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ പറഞ്ഞു, എന്നെ ഏതെങ്കിലും ഓർഫണേജ് കൊണ്ടുവന്ന് വിടാനൊക്കെ ഇങ്ങനെ പറഞ്ഞതൊക്കെ കേട്ട് ലച്ചുവിൻ്റെ സംസാരം കേട്ടപ്പോൾ ജാനകിക്ക് കരച്ചില്ല. അപ്പോഴേക്കും നമ്മുടെ പൊന്നു ഓടി വന്നു. അമ്മേ ഇതൊന്നും നോക്കിക്കേ, അപ്പം നിന്നോട് ഫോൺ എടുത്ത് കളിക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ലേന്ന് ജാനകി അന്നേരം കൊച്ചിനോട് ചോദിക്കുക. അമ്മ ഇതൊന്നും നോക്ക്, ഇതിലൊരു കാര്യമുണ്ട്, അമ്മ നോക്കാൻ പറഞ്ഞു. അപ്പോൾ എന്താ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാനകി നോക്കി. അപ്പോൾ ആ വീഡിയോ നമ്മൾ നോക്കിക്കേ എന്ന് കൊച്ചു പറഞ്ഞു. ജാനകി ആ വീഡിയോ നോക്കുക. അപ്പോൾ ആ വീഡിയോ നോക്കുമ്പോൾ
തെളിവ് സഹിതം അതിനകത്ത്. അതായത് നമ്മുടെ പൊന്നു ഇതിൽ ഇങ്ങനെ മൊബൈലിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വരുന്ന ഈ സമയത്ത് ഈ പാത്രത്തിലുണ്ടായിരുന്ന ആ ലഡു എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആ പാത്രത്തിലേക്ക് അപർണയാണ് തിളച്ച എണ്ണ എടുത്ത് ഒഴിച്ചു വെക്കുന്നത്. അങ്ങനെ അപർണ കൊടുത്ത മുട്ടം പണിയായിരുന്നു അത്. അപ്പോൾ അങ്ങനെ അപർണയെ പൂട്ടാനുള്ള സകല തെളിവുകളുമായിട്ട് നമ്മുടെ പൊന്നു ലച്ചുവിൻ്റെ മുന്നിലേക്ക് രംഗപ്രവേശനം നടത്തുന്നിടത്ത് സൂപ്പർ ഹിറ്റ് കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും ഒന്ന് കാത്തിരിക്കുന്ന കാണണോട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുകയാണ്. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സ്വീകരിക്കാൻ. ടേക്ക് കെയർ. ബൈ ബൈ. ടാറ്റാ.